ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ കഥയുടെ പേര് എ മദേഴ്സ് ലവ്. അപ്പോൾ നമുക്ക് ഈ കഥ പോയിൻറ്റ് വൈസ് ആയിട്ട് പഠിക്കാം. ഓരോ ടെൻസിൽ പല പല ടെൻസുകളായിരിക്കും. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്താ? വിയ എന്ന പേരുള്ള ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എന്താ? വിയ എന്ന പേരുള്ള ഒരു ചെറിയ പെൺകുട്ടി. അപ്പം ഒരു ചെറിയ പെൺകുട്ടിക്ക് നമ്മൾ എങ്ങനെയാ പറയുക? എ ലിറ്റിൽ ഗേൾ അല്ലെങ്കിൽ എ സ്മോൾ ഗേൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. there was a, ഇവിടെ എന്താ ഞാൻ വാസ് യൂസ് ചെയ്തത്? ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഇവിടെ ഞാൻ വാസ് യൂസ് ചെയ്തത്. there was a ലിറ്റിൽ ഗേൾ. ലിറ്റിൽ ഗേൾ എന്ന് വെച്ചാൽ എന്താ? ചെറിയ പെൺകുട്ടി. നമുക്ക് സ്മോൾ ഗേൾ എന്ന് എഴുതാം. there was a little girl named, ഇവിടെ എന്താ ഞാൻ നെയിംഡ് എന്ന് എഴുതിയത്? കാര്യം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഞാനിവിടെ NAMED എഴുതി. അപ്പം നമ്മളിത് പ്രസൻറ്റ് ആണെങ്കിൽ ഇവിടെ നെയിംഡ് എഴുതേണ്ട ആവശ്യമില്ല, NAME എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പം ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് ഞാനിവിടെ ഡി ചേർത്തത്. അപ്പോൾ there was a little girl named, എന്താ പേര്? വിയ. അപ്പം ഫസ്റ്റ് പോയിൻ്റ് എന്താ? വിയ എന്ന പേരുള്ള ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു. there was a little girl named വിയ. അപ്പം നമുക്ക് സെക്കൻഡ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ സെക്കൻഡ് പോയിൻ്റ് എന്താ? അവൾ അവളുടെ സ്നേഹമുള്ള അമ്മയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. അപ്പം ഇതും ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അവൾ എന്ന് വെച്ചാൽ എന്താ? ഷീ. അവളുടെ ഹർ. സ്നേഹമുള്ളയ്ക്ക് നമ്മൾ എങ്ങനെയാണ് പറയണേ? ലവബിൾ അല്ലെങ്കിൽ ലവിങ്. അമ്മ മദർ. താമസിച്ചിരുന്നത്, അതാണ് താമസിച്ചിരുന്നത് പറയുന്നത് ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ താമസിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ലീവ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇത് അവൾ ഷീ. താമസിക്കുക വെച്ചാൽ ലീവ്. താമസിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡാണ് ലീവ്. അപ്പം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് ഞാനിവിടെ ആ പാസ്റ്റ് ഫോമിലാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഷീ ലീവ്ഡ്. ഇവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഷീ ലീവ്ഡ്. ആരോടൊപ്പം താമസിച്ചിരുന്നത്? വിത്ത് ഹർ. അവളുടെ. ഹർ എന്ന് പറയുമ്പോൾ അവളുടെ. വിത്ത് ഹർ. സ്നേഹമുള്ള എന്ന് വെച്ചാൽ എന്താ? ലവിങ് മദർ. അമ്മ. അപ്പം ഷീ ലീവ്ഡ് വിത്ത് ഹർ ലവിങ് മദർ. അവൾ അവളുടെ സ്നേഹമുള്ള അമ്മയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. അപ്പം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഷീ ലീവ്ഡ് വിത്ത് ഹർ ലവിങ് മദർ. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ തേർഡ് പോയിന്റ് എന്താ? അവളുടെ അമ്മ എല്ലാ ദിവസവും വളരെ കഠിനമായി ജോലി ചെയ്യുന്നു. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണ്. പ്രസൻറ്റ് ടെൻസിൽ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ്. കാര്യം എല്ലാ ദിവസവും ജോലി ചെയ്യുന്നു. അപ്പോൾ അതൊരു ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം, ഡെയിലി റുട്ടീനാണ്. അപ്പം അത് പ്രസൻറ്റ് ടെൻസിൽ ഒരു പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ പറയാം? അവളുടെ അമ്മ, ഹെർ മദർ, എല്ലാ ദിവസവും, എവറി ഡേ. എല്ലാ ദിവസവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ്. പ്രസൻറ്റ് ടെൻസിൽ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ്. കാര്യം ഡെയിലി റുട്ടീനാണ്, എല്ലാ ദിവസവും. വളരെ എന്ന് വെച്ചാൽ വെരി. കഠിനമായി ഹാർഡ്. ജോലി എന്ന് വെച്ചാൽ എന്താ? വർക്ക്, ചെയ്യുക. അപ്പം ഇതെങ്ങനെ നമുക്ക് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ എഴുതാമെന്ന് നോക്കാം. ഹെർ മദർ, ജോലി, വർക്ക്. ഹെർ മദർ ഇതൊരു പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആയതുകൊണ്ട് ഞാനിവിടെ വർക്ക്സ് എന്ന് എഴുതുന്നു. ഹെർ മദർ വർക്ക്സ്. എന്താ ജോലി ചെയ്യണത്? എങ്ങനെയാണ് ജോലി ചെയ്യണത്? ഹെർ മദർ വർക്ക്സ് വെരി, വളരെ. വെരി എന്ന് വെച്ചാൽ വളരെ. വെരി ഹാർഡ് എന്ന് വെച്ചാൽ എന്താ? കഠിനമായി. എവറി ഡേ എല്ലാ ദിവസവും.
അപ്പോൾ എന്താ, ഹെർ മദർ വർക്ക്സ് വെരി ഹാർഡ് എവറി ഡേ. അവളുടെ അമ്മ എല്ലാ ദിവസവും വളരെ കഠിനമായി ജോലി ചെയ്യുന്നു. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ എന്താ, ഇവിടെ ഹെർ മദർ വർക്ക്സ് വെരി ഹാർഡ്. അപ്പോൾ നമ്മളിവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്യാം. ഞാൻ വർക്കിൻ്റെ കൂടെ ഇവിടെ യെസ് യൂസ് ചെയ്തു, കാര്യം പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആയതുകൊണ്ട്. അപ്പം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആകുമ്പം കൂടുതലൊന്നും ചേഞ്ച് ചെയ്യാനില്ല. ഹെർ മദർ വർക്ക്സ്, വർക്ക് എന്നാണ് നമ്മൾ സാധാരണ പ്രസൻറ്റ് ഫോമിൽ എഴുതുന്നത്. അപ്പം നമ്മളിവിടെ എന്താ യൂസ് ചെയ്യണത്, ഹെർ മദർ വർക്ക്സ് വെരി ഹാർഡ് എവറി ഡേ. അപ്പം ഇതൊരു നമ്മളൊരു സെൻറ്റൻസ് വായിച്ചാലും ഒരു ഡെയിലി ചെയ്യുന്ന കാര്യമാണെങ്കിൽ നമുക്കത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ എഴുതാം. ഒരു ഡെയിലി ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ജനറൽ ഫാക്റ്റ്, ഒരു ട്രൂത്ത്, അങ്ങനെ ഒരു സത്യസന്ധമായ കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി റുട്ടീൻ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ നമുക്ക് ഇതുപോലെ എഴുതാം. അപ്പോൾ എന്താ, അവളുടെ അമ്മ എല്ലാ ദിവസവും വളരെ കഠിനമായി ജോലി ചെയ്യുന്നു. ഹെർ മദർ വർക്ക്സ് വെരി ഹാർഡ് എവറി ഡേ. നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ 4th പോയിൻ്റ്, ഇപ്പോൾ അവൾ വിയയ്ക്കായി രാത്രി ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസൻറ്റ് ടെൻസിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, കാര്യം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അവൾ ഷീ ഈസ് പാചകം എന്ന് വെച്ചാൽ എന്താ, പാചകം ചെയ്യുക. അപ്പോൾ കുക്കിംഗ്, ഷീ ഈസ് കുക്കിംഗ്, പാചകം. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ടാണ് ഇവിടെ ING ഫോം വന്നത്. ഷീ ഈസ് കുക്കിംഗ്, ഈസ് പ്ലസ് ING ഫോം വന്നത്. ഷീ ഈസ് കുക്കിംഗ്. എന്താ അവൾ കുക്ക് ചെയ്യണത്, ഡിന്നർ. അപ്പം രാത്രി ഭക്ഷണത്തിന് നമ്മൾ പറയുന്നത് എന്താ, ഡിന്നർ എന്നാണ് നമ്മൾ രാത്രി ഭക്ഷണത്തിന് പറയുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ആഹാരത്തിന് നമ്മൾ പറയുന്നത് ലഞ്ച് എന്നാണ്. അപ്പം ഇത് ഞാൻ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിനാണ് പറയണത് കേട്ടോ. എനിക്ക് ബാക്കി അറിയാവുന്നവർക്ക് കുഴപ്പമില്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഷീ ഈസ് കുക്കിംഗ്, എന്താ കുക്ക് ചെയ്യുന്നത്, രാത്രി ഭക്ഷണം. അപ്പം നമുക്കിവിടെ ഡിന്നർ എന്ന് എഴുതാം. ഷീ ഈസ് കുക്കിംഗ് ഡിന്നർ. ആർക്ക് വേണ്ടിയിട്ടാണ് ഡിന്നർ ഉണ്ടാക്കുന്നത്, ഷീ ഈസ് കുക്കിംഗ് ഡിന്നർ ഫോർ വിയ. എന്ന് വെച്ചാൽ അവളുടെ മകൾ. ഷീ ഈസ് കുക്കിംഗ് ഡിന്നർ ഫോർ വിയ. എപ്പോഴാ, ഇപ്പോൾ. അപ്പോൾ നമ്മളിവിടെ നൗ എഴുതി. അപ്പോൾ ഷീ ഈസ് കുക്കിംഗ് ഡിന്നർ ഫോർ വിയ നൗ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചും പറയാം. ആദ്യം നമുക്ക് നൗ യൂസ് ചെയ്തിട്ട് നൗ ഷീ ഈസ് കുക്കിംഗ് ഡിന്നർ ഫോർ വിയ. അപ്പോൾ അങ്ങനെ എഴുതാം. അപ്പോൾ ഇതുപോലെ ലാസ്റ്റ് നൗ എഴുതിയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്കിവിടെ ചിലപ്പോൾ ഇപ്പോൾ ആദ്യം ഇവിടെ കിടക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് നൗ ഷീ ഈസ് കുക്കിംഗ് ഡിന്നർ ഫോർ വിയ അങ്ങനെ എഴുതാം. അപ്പോൾ എന്താ 4th പോയിന്റ്, ഇപ്പോൾ അവൾ വിയയ്ക്കായി രാത്രി ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഷീ ഈസ് കുക്കിംഗ് ഡിന്നർ ഫോർ വിയ നൗ. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ടാണ് ഈസ് പ്ലസ് ING ഫോം വന്നത്. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചത് എന്തുമായിരുന്നു, പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരുന്നു പഠിച്ചത്. അപ്പം അത് നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 5th പോയിന്റ്, കുഞ്ഞായിരുന്നപ്പോൾ മുതൽ അവളുടെ അമ്മയാണ് അവളെ നോക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. കാര്യം കുഞ്ഞായിരുന്നപ്പോൾ മുതൽ അവളുടെ അമ്മയാണ് അവളെ നോക്കുന്നത്. അപ്പോൾ ഇപ്പോഴും അവരാണ് നോക്കുന്നത്, പണ്ട് തൊട്ടേ അവളുടെ അമ്മയാണ് നോക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം, ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ, അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് എഴുതാം, സിൻസ് ചൈൽഡ്ഹുഡ്. അപ്പോൾ കുഞ്ഞായിരുന്നപ്പോൾ മുതലല്ലേ, അല്ലെങ്കിൽ സിൻസ് ഷീ വാസ് എ ചൈൽഡ്. അപ്പം അവളുടെ അമ്മ, ഹെർ മദർ, അവളെ നോക്കുന്നത്. അപ്പോൾ എന്താ നോക്കുക എന്ന് വെച്ചാൽ എന്താ, കെയർ. അപ്പം അവളെ എന്ന് വെച്ചാൽ ഷീ. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഹെർ മദർ, അവളുടെ അമ്മ. ഹെർ മദർ, ഇവിടെ ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് ഇവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ അല്ലെങ്കിൽ
ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം വരും. അപ്പം ഞാനിവിടെ എഴുതാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റായിട്ട്. ഹെർ മദർ ഹാസ് ബീൻ. കാര്യം ഇത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അവളുടെ അമ്മയാണ് പണ്ട് തൊട്ടേ നോക്കിയിരുന്നത്, ഇപ്പോഴും അവളുടെ അമ്മയാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയത്. അപ്പോൾ ഇവിടെ ഹാസ് ബീൻ, ഹെർ മദർ ഹാസ് ബീൻ വന്നു. ഹാസ് ബീൻ പ്ലസ് ഇതിൻ്റെ കൂടെ വേറെ എന്താ പ്ലസ് വെർ പ്ലസ് ING ഫോം. അപ്പോൾ ഇതിൽ നമുക്ക് എഴുതാം ഹെർ മദർ ഹാസ് ബീൻ ടേക്കിംഗ്. നിങ്ങൾക്ക് കാണാമോ ടേക്കിംഗ് എഴുതുന്നത്? Her mother has been taking ഇത് വായിച്ചിട്ട് എഴുതാൻ തോന്നി, ഇവിടെ എഴുതാം. Her mother has been taking care. ഇവിടെ ഞാൻ പറഞ്ഞു ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് ഹാസ് ബീൻ ടേക്കിംഗ് എന്നൊക്കെ വന്നത്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം. അപ്പോൾ ഹാസ് ബീൻ ടേക്കിംഗ് വന്നു. ഹാസ് ബീൻ ടേക്കിംഗ് എന്താ? കെയർ, പരിപാലിക്കുക. ഹാസ് ബീൻ ടേക്കിംഗ് കെയർ ഓഫ് ഹെർ. എപ്പോൾ തൊട്ടാ? സിൻസ്. അപ്പോൾ എപ്പോൾ തൊട്ടാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സിൻസ് യൂസ് ചെയ്യുന്നു. സിൻസ് എപ്പോൾ മുതലാണെന്ന് വെച്ചിട്ട്, എപ്പോൾ മുതലാ? സിൻസ് ഷീ വാസ് എ ചൈൽഡ്. അപ്പം ഹെർ മദർ ഹാസ് ബീൻ ടേക്കിംഗ് കെയർ ഓഫ് ഹെർ സിൻസ് ഷീ വാസ് എ ചൈൽഡ്. അപ്പോൾ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ, സിൻസ് ഷീ വാസ് എ ചൈൽഡ്. എന്താ? അവളുടെ അമ്മയാണ് അവളെ നോക്കുന്നത്. ഹെർ മദർ ഹാസ് ബീൻ ടേക്കിംഗ് കെയർ ഓഫ് ഹെർ സിൻസ് ഷീ വാസ് എ ചൈൽഡ്. അപ്പോൾ ഇത് നമുക്ക് അറിയാൻ പറ്റും. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാര്യം ഇതൊരു പണ്ടത്തെ കാര്യമാണ്, പക്ഷേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സെൻറ്റൻസിനാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറയുന്നത്. അപ്പം എവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് കാണുമ്പോഴും നമുക്ക് ഇങ്ങനെ എഴുതാം, ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർ പ്ലസ് ING ഫോം. അപ്പോൾ ഇവിടെ ഹാസ് ബീൻ വന്നു, ഞാൻ അണ്ടർലൈൻ ചെയ്യും. ഹാസ് ബീൻ വന്നു, പിന്നെ ING ഫോം. ടേക്കിംഗ്, ഇവിടെ നമുക്ക് ടേക്ക് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ടേക്ക് എന്നല്ലേ പറയുന്നത്. അപ്പം ഇവിടെ ഹാസ് ബീൻ പ്ലസ് ING, അപ്പോൾ ടേക്കിൻ്റെ കൂടെ ING ടേക്കിംഗ് വന്നു. ടേക്കിംഗ് കെയർ ഓഫ് ഹെർ സിൻസ് ഷീ വാസ് എ ചൈൽഡ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ 6th പോയിൻ്റ്, അവൾ അവളുടെ മകൾക്ക് വേണ്ടി രാത്രിയും പകലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതും നമുക്ക് വായിക്കുമ്പോഴേ അറിയാം ഇതും ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണെന്ന്. കഴിഞ്ഞ സെൻറ്റൻസ് പഠിച്ച പോലെ തന്നെ അവൾ അവളുടെ മകൾക്ക് വേണ്ടി രാത്രിയും പകലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് പണ്ടും ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആയത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അവൾ എന്ന് വെച്ചാൽ ഷീ, അവളുടെ ഹെർ. മകൾക്ക് വേണ്ടി, മകൾ എന്ന് വെച്ചാൽ എന്താ? ഡോട്ടർ. നമുക്ക് ഡോട്ടർ എന്ന് പറയാം. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് കുഞ്ഞ്, ചൈൽഡാണ്. അപ്പം വേണ്ടി, രാത്രി എന്ന് വെച്ചാൽ എന്താ? നൈറ്റ്. പകൽ എന്ന് വെച്ചാൽ ഡേ. ജോലി, വർക്ക്. ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെ നമുക്കിത് എഴുതാമെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരുമ്പം എന്താ പറഞ്ഞത്? ഹാസ് ഓർ ഹാവ് പ്ലസ് വെർ പ്ലസ് ING ഫോം ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ എഴുതാമെന്ന്. ഷീ ഹാസ് ബീൻ, ഇവിടെ ഹാസ് ബീൻ വന്നു. ഷീ ഹാസ് ബീൻ വർക്കിംഗ്. ഷീ ഹാസ് ബീൻ വർക്കിംഗ്. അപ്പോൾ ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലേ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർ പ്ലസ് ING ഫോം. അപ്പോൾ ഇവിടെ ING ഫോം വന്നു, ഹാസ് ഓർ ഹാവ് ബീൻ. അപ്പോൾ ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഡേ, പകൽ. ഡേ ആൻഡ് നൈറ്റ്, രാത്രി. നൈറ്റ് എന്ന് വെച്ചാൽ രാത്രി. ഡേ ആൻഡ് നൈറ്റ് ആർക്ക് വേണ്ടിയിട്ടാ? ഫോർ ഹെർ ഡോട്ടർ. അപ്പോൾ നമുക്കിപ്പോൾ കാണാം, ഇതിൽ പറയാം എങ്ങനെയാണ്. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഡേ ആൻഡ് നൈറ്റ് ഫോർ ഹെർ ഡോട്ടർ. അപ്പോൾ മലയാളത്തിൽ എങ്ങനെയാണ്? അവൾ അവളുടെ മകൾക്ക് വേണ്ടി രാത്രിയും പകലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളെപ്പോഴും ഓർക്കണം, പണ്ടും
ഇപ്പോഴും പണ്ടും ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമ്മൾ എപ്പോഴും ഓർക്കണം അതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പം നമുക്കവിടെ ഹാസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ട് നമുക്കവിടെ എഴുതാം, ഹാസ് അല്ലെങ്കിൽ ഹാവ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം, 7th പോയിന്റ്. അപ്പോൾ 7th പോയിന്റ് എന്താ? ഒരു ദിവസം വിയയ്ക്ക് പനി വന്നു. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് സിമ്പിൾ ടെൻസ്. അപ്പോൾ ഒരു ദിവസം വിയയ്ക്ക് പനി വന്നു. നമുക്കിത് എങ്ങനെ എഴുതാം? ഒരു ദിവസത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയണ 1 day. വിയയ്ക്ക് പനി വന്നു. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. 1 day, ഒരു ദിവസം. വിയ ഹാഡ്, നമ്മൾക്കിവിടെ ഹാഡ് യൂസ് ചെയ്യണം, കാര്യം പനി വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് പാസ്റ്റ് ഫോമിൽ എഴുതണം. 1 day വിയ ഹാഡ് എ ഫീവർ. ഫീവർ എന്ന് വെച്ചാൽ എന്താ? പനി. അപ്പം ഒരു ദിവസം വിയയ്ക്ക് പനി വന്നു. 1 day വിയ ഹാഡ് എ ഫീവർ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 8th പോയിന്റ്, അവളുടെ അമ്മ രാത്രി മുഴുവൻ അവളുടെ അടുത്ത് ഇരിക്കുകയായിരുന്നു. അപ്പം ഇതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പം രാത്രി മുഴുവൻ ഇരിക്കുകയായിരുന്നു, ഇപ്പോൾ കഴിഞ്ഞ കാര്യമാണ്, പക്ഷേ അന്ന് രാത്രി ഫുൾ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയത്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാം നോക്കാം. അവളുടെ അമ്മ, ഹെർ മദർ. രാത്രി എന്ന് വെച്ചാൽ എന്താ? നൈറ്റ്. മുഴുവൻ, രാത്രി മുഴുവൻ. അപ്പം ഓൾ നൈറ്റ് അല്ലെങ്കിൽ രാത്രി മുഴുവൻ, ഫുൾ നൈറ്റ്. അവളുടെ അടുത്ത് സമീപം. അവളുടെ അടുത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? അടുത്തിരിക്കുക, ബിസൈഡ്. ഇരിക്കുക, സിറ്റ്. അപ്പം നമുക്ക് എങ്ങനെ ഈ സെൻറ്റൻസിനെ എഴുതാമെന്ന് നോക്കാം. ഹെർ മദർ, അവളുടെ അമ്മ. ഹെർ മദർ, ഇതൊരു പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് ഇവിടെ വാസ് വന്നു. ഹെർ മദർ വാസ് സിറ്റിംഗ്. ഹെർ മദർ വാസ് സിറ്റിംഗ്. ഇവിടെ ING ഫോം വന്നു. ഹെർ മദർ വാസ് സിറ്റിംഗ്. എവിടെ ഇത് വന്നത്? എഴുതുന്നത് ബിസൈഡ്, അടുത്ത് അല്ലെങ്കിൽ സമീപം. ഹെർ മദർ വാസ് സിറ്റിംഗ് ബിസൈഡ്, അവളുടെ അടുത്ത്, ബിസൈഡ് ഹെർ. ഓൾ നൈറ്റ്, രാത്രി മുഴുവനായിരുന്നു. അപ്പോൾ ഓൾ നൈറ്റ്. അപ്പോൾ എങ്ങനെയാ? ഹെർ മദർ വാസ് സിറ്റിംഗ് ബിസൈഡ് ഹെർ ഓൾ നൈറ്റ്. അവളുടെ അമ്മ രാത്രി മുഴുവൻ അവളുടെ അടുത്ത് ഇരിക്കുകയായിരുന്നു. ഇതാണ് 8th പോയിന്റ്. നമുക്ക് 9th പോയിന്റ് പഠിക്കാം. അപ്പോൾ 9th പോയിന്റ്, അവൾ അവളുടെ മകളുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പം ഇതും ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഒരു കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണ്. അതുകൊണ്ടാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആയത്. അപ്പോൾ എങ്ങനെ നമുക്കിത് പറയാമെന്ന് നോക്കാം. അവൾ എന്ന് വെച്ചാൽ ഷീ, അവളുടെ, ഹർ. മകൾ, ഡോട്ടർ, അവളുടെ മകൾ, ഹർ ഡോട്ടർ. ആരോഗ്യം എന്ന് വെച്ചാൽ എന്താ? ഹെൽത്ത്. പ്രാർത്ഥിക്കുക, പ്രേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഷീ വാസ് പ്രേയിങ്. അപ്പം നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചായിരുന്നു, നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് വരുമ്പം വാസ് പ്ലസ് ING ഫോമാണ് നമ്മൾ അവിടെ യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെയും പാസ്റ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് വന്നപ്പം വാസ് പ്ലസ് ING ഫോം വന്നപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്തിരിക്കാം. ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് വരുന്നിടത്ത് നമുക്ക് വാസ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഷീ വാസ് പ്രേയിങ്. ആർക്ക് വേണ്ടിയിട്ടാ? ഫോർ ഹെർ. എന്തിനു വേണ്ടിയിട്ടാണ് അവൾ പ്രേ ചെയ്യണത്? ഫോർ ഹെർ ഡോട്ടേഴ്സ് ഹെൽത്ത്. അപ്പം അവൾ അവളുടെ മകളുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഷീ വാസ് പ്രേയിങ് ഫോർ ഹെർ ഡോട്ടേഴ്സ് ഹെൽത്ത്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ 10th പോയിന്റ്, ഡോക്ടർ മരുന്ന് നൽകിയിരുന്നു. അപ്പോൾ ഇതൊരു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാം? മരുന്ന് എന്ന് വെച്ചാൽ എന്താ? മെഡിസിൻ. നൽകുക എന്ന് വെച്ചാൽ നമുക്ക് പറയണം എങ്ങനെയാണ് ഇംഗ്ലീഷിൽ? ഗീവ്. അപ്പം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ദ ഡോക്ടർ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് നമുക്കിവിടെ ഹാഡ് യൂസ് ചെയ്യാം. ഹാഡ്
അപ്പം നൽകുക എന്ന് വെച്ചാൽ എന്താ, ഗീവ്. അപ്പം നമുക്ക് ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ ഗിവൻ ആക്കുന്നു. ദ ഡോക്ടർ ഹാഡ് ഗിവൻ. എന്താ ഡോക്ടർ കൊടുത്തത്? ഡോക്ടർ ഹാഡ് ഗിവൻ, കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. എന്താ കൊടുത്തത്? മെഡിസിൻ, മരുന്ന്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ദ ഡോക്ടർ ഹാഡ് ഗിവൻ മെഡിസിൻ. ഡോക്ടർ മരുന്ന് നൽകിയിരുന്നു. അപ്പോൾ ഇതിൽ കഴിഞ്ഞു പോയ കാര്യമാണ് നമ്മളിവിടെ പാസ്റ്റ് ടെൻസ് ആക്കി എഴുതി ഹാഡ് ഗിവൻ. നമുക്ക് കാണുമ്പോൾ അറിയാം, ഗിവൻ നമ്മൾ ഗീവനെ ഗിവൻ ആക്കി പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റിയപ്പം ദ ഡോക്ടർ ഹാഡ് ഗിവൻ മെഡിസിൻ. ദ ഡോക്ടർ മരുന്ന് നൽകിയിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 11th പോയിന്റ് എന്താ? പെട്ടെന്ന് തന്നെ വിയയ്ക്ക് സുഖം തോന്നാൻ തുടങ്ങി. അപ്പോൾ ഇതൊരു പാസ്റ്റ് സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പം എങ്ങനെ നമുക്കിത് എഴുതാമെന്ന് നോക്കാം. പെട്ടെന്ന് വെച്ചാൽ എന്താ? സൂൺ. സുഖം എന്ന് വെച്ചാൽ തോന്നുക, സുഖം തോന്നുക, ഫീലിംഗ് ബെറ്റർ. നമുക്ക് എങ്ങനെ ഇത് എഴുതാമെന്ന് നോക്കാം. സൂൺ എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന്. സൂൺ വിയ. ഞാനത് വേറെ പേര് എഴുതാൻ തുടങ്ങുന്നു. സൂൺ വിയ തുടങ്ങി. തുടങ്ങുവാട് ഇംഗ്ലീഷ് വേർഡ് എന്താ? സ്റ്റാർട്ട്. അപ്പം ഇത് തുടങ്ങി, കഴിഞ്ഞ കാര്യമാണ്. അപ്പം ഞാനിവിടെ സ്റ്റാർട്ടഡ് എന്ന് എഴുതാം. സ്റ്റാർട്ടഡ് കഴിഞ്ഞ കാര്യമായിട്ടാണ്. തുടങ്ങുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? സ്റ്റാർട്ട്. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് സ്റ്റാർട്ടഡ്. സൂൺ വി ആർ സ്റ്റാർട്ടഡ്. സുഖം തോന്നുക, ഫീലിംഗ് ബെറ്റർ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഇത്? സൂൺ വി ആർ സ്റ്റാർട്ടഡ് ഫീലിംഗ് ബെറ്റർ. പെട്ടെന്ന് തന്നെ വിയയ്ക്ക് സുഖം തോന്നാൻ തുടങ്ങി. സൂൺ വി ആർ സ്റ്റാർട്ടഡ് ഫീലിംഗ് ബെറ്റർ. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 12th പോയിന്റ് എന്താ? ഇപ്പോൾ വിയ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഇപ്പോൾ പറയണ കാര്യമാണ്. ഇപ്പോൾ വിയ ചിരിച്ചുകൊണ്ടിരിക്കുക സന്തോഷത്തോടെ. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? ഇപ്പോൾ എന്ന് വെച്ചാൽ എന്താ? നൗ വിയ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാ? നൗ വിയ ഈസ് ചിരിക്കുക, സ്മൈൽ. നൗ വിയ ഈസ് സ്മൈൽ. പക്ഷേ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് ഞാനിവിടെ സ്മൈലിംഗ് എഴുതാം. നൗ വിയ ഈസ് സ്മൈലിംഗ്. എങ്ങനെയാ? ഹാപ്പി, സന്തോഷം, ഹാപ്പി. അപ്പം സ്മൈലിംഗ് ഹാപ്പിലി എന്ന് നമ്മളിവിടെ എഴുതും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പം നമ്മൾ ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ നൗ വിയ ഈസ് സ്മൈലിംഗ് ഹാപ്പിലി. ഇപ്പോൾ വിയ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം എങ്ങനെയാ? നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇവിടെ എന്താ ചേഞ്ച് വന്നതും എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായി കാണും. ഇപ്പോൾ വിയ സന്തോഷക്കാര്യം നമ്മൾ കഴിഞ്ഞ് പഠിച്ചത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആയിരുന്നു. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ ചേഞ്ച് എന്താ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാര്യം ഇവിടെ എന്താ? നൗ വിയ ഈസ് സ്മൈലിംഗ് ഹാപ്പിലി. ഇപ്പോൾ വിയ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് ഒരു മലയാളം സെൻറ്റൻസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസ് വരുമ്പോൾ നമുക്ക് ഈ രീതിയിൽ എഴുതാം. നൗ വിയ ഈസ് സ്മൈലിംഗ് ഹാപ്പിലി. ഇപ്പോൾ വിയ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 13th പോയിന്റ് എന്താ? വിയ എപ്പോഴും അവളുടെ അമ്മയെ ബഹുമാനിക്കും. അപ്പം ഇതൊരു ഫ്യൂച്ചർ ടെൻസ് ആണ്. ബഹുമാനിക്കും, ഫ്യൂച്ചറിലെ ഒരു കാര്യമാണ് പറയണത്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാം? എപ്പോഴും ഇംഗ്ലീഷ് വേർഡ് എന്താ? ആൾവേസ്. അവളുടെ അമ്മയെ, ഹെർ മദർ, ബഹുമാനിക്കുക എന്ന് വെച്ചാൽ എന്താ? റെസ്പെക്റ്റ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് എഴുതേണ്ടത്? വിയ വിൽ. ഇവിടെ എന്താ വില്ല് വന്നത്? ഇതൊരു ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ടാണ് ഇവിടെ വില്ല് വന്നത്. വിയ വിൽ ആൾവേസ്, എപ്പോഴും. വിയ വിൽ ആൾവേസ് റെസ്പെക്റ്റ്, ബഹുമാനിക്കുക. വിയ വിൽ ഓൾവേസ്. ഇവിടെ സി കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാനിങ്ങനെ കൂട്ടക്ഷരത്തിൽ എഴുതിയതാണ്. വിയ വിൽ ഓൾവേസ് റെസ്പെക്റ്റ് ഹെർ മദർ, അവളുടെ അമ്മ.
അവളുടെ അമ്മയെ. അപ്പോൾ വിയ എപ്പോഴും അവളുടെ അമ്മയെ ബഹുമാനിക്കും. വിയ വിൽ ഓൾവേസ് റെസ്പെക്ട് ഹെർ മദർ. ഇതാണ് 13 പോയിന്റ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? അവളുടെ അമ്മയുടെ സ്നേഹം അമൂല്യമാണെന്ന് എല്ലാവരും പറയുന്നു. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അവളുടെ അമ്മ, ഹെർ ഡോട്ടർ. അവളുടെ അമ്മ, ഹെർ മദർ. സ്നേഹം, ലവ്. അമൂല്യം, അമൂല്യത്തിന് ഇംഗ്ലീഷ് വേണം എന്താ? പ്രൈസ്ലെസ്. എല്ലാവരും, എവ്രി വൺ. പറയുക, സേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. എവ്രി വൺ, എല്ലാവരും. എവ്രി വൺ എന്താ പറയുന്നത്? എവ്രി വൺ പറയുക, സേ. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് സിമ്പിൾ സെൻറ്റൻസ് ആയതുകൊണ്ട് ഞാനിവിടെ സേയ്സ് എന്ന് എഴുതി. എവ്രി വൺ സേയ്സ് ഹെർ. അവളോട് എന്താ പറഞ്ഞ എല്ലാവരും? എവ്രി വൺ സേയ്സ് ഹെർ. എവ്രി വൺ സേയ്സ് എല്ലാവരും പറയുന്നു എന്താ? ഹെർ മദേഴ്സ്. ഹെർ മദേഴ്സ്, അമ്മയുടെ സ്നേഹം, ലവ്, സ്നേഹം. ഹെർ മദേഴ്സ് ലവ് ഈസ് അമൂല്യം, പ്രൈസ്ലെസ്. അപ്പം എന്താ? എവ്രി വൺ സേയ്സ് ഹെർ മദേഴ്സ് ലവ് ഈസ് പ്രൈസ്ലെസ്. അപ്പം അവളുടെ അമ്മയുടെ സ്നേഹം അമൂല്യമാണെന്ന് എല്ലാവരും പറയുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ ഇതൊരു ചെറിയ കഥയായിരുന്നു. അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ ഫ്രണ്ട്സ്. എൻ്റെ ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കണേ. ബൈ. സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ബൈ ഫ്രണ്ട്സ്.